ഒട്ടകം മുത്തുനബിന്റെ ഹളറത്തിലേക്ക് വരികയാണ്. ആ ഒട്ടകം ഓടി കതച്ചുകൊണ്ട് മുത്തുനബിന്റെ ചാരത്ത് വന്ന് അതിൻ്റെ ആ കഴുത്ത് റസൂലുള്ളാഹിന്റെ ചുമലിലേക്ക് വെച്ചിട്ട് എന്തൊക്കെയോ മുത്തുനബിയോട് പറയുന്നുണ്ട്. മുത്തുനബിയോട് ആ ഒട്ടകം എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി അതെല്ലാം കേട്ട് സ്വീകരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, ആരാണ് ഈ ഒട്ടകത്തിന്റെ മുതലാളി? ആരാണ്? ഒരു കൂട്ടം അൻസ്വാരികൾ കടന്നു വരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ വീട്ടിലതങ്ങനെ ചെറുപ്പത്തിലെ വളർന്നു വന്ന ഒട്ടകമാണ്. അങ്ങനെ ചുമടുകളും അങ്ങനെ അതിനെ കൊണ്ട് ധാരാളം ജോലികൾ ഞങ്ങൾ ചെയ്യിപ്പിച്ച് ഉപകാരമെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിന് ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇതിനെ അറുത്തുകൊണ്ട് ഇതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഒട്ടകത്തിനെ കണ്ടിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരന്മാരെ, ആ ഒട്ടകത്തിനെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചപ്പോൾ അൻസ്വാരികൾ പറഞ്ഞു, ഞങ്ങൾ വിൽക്കുന്നില്ല, തങ്ങൾക്ക് ഹദിയയായി ഞങ്ങൾ നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആ ഒട്ടകത്തിന് കൊടുത്തപ്പോൾ സഹോദരന്മാരെ, ആ ഒട്ടകത്തിന് റസൂലുള്ളാഹി വിട്ടയക്കുകയാണ്. ആ ഒട്ടകം രണ്ടാമതും അതിൻ്റെ കനപ്രകടനം റസൂലുള്ളാഹി കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. മുത്തുനബി ആമീൻ, മുത്തുനബി ആമീൻ, ആമീൻ, ഇങ്ങനെ 3 തവണ ഹബീബ് റസൂലുള്ളാഹി ആമീൻ പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി ചോദിച്ചു, സ്വഹാബത്തെ, ആ ഒട്ടകത്തിന്റെ വാക്കുകൾക്ക് ഞാൻ ആമീൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ആ ഒട്ടകം ദുആ ചെയ്തത് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തിയതുപോലെ നബിയെ, അല്ലാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ ഒട്ടകം ദുആ ചെയ്തപ്പോൾ ഞാനതിന് ആമീൻ പറഞ്ഞതാണ് എന്ന് മഹാനായ നബി തങ്ങൾ പറയുകയാണ്. മൂന്നാമത്തെ കാര്യം, ആ ഒട്ടകം ദുആ ചെയ്തു, നബിയെ, തങ്ങളെ ഉമ്മത്തിൽ കുത്തും കൊലയും ഭിന്നമായി പല പാർട്ടികളായി പലരും പലരുടേതാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളെ ഉമ്മത്തിന് വരാതിരിക്കട്ടെ എന്ന് ആ ഒട്ടകം ദുആ ചെയ്തപ്പോൾ ഞാനതിന് ആമീൻ പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? മദീനത്തെ പള്ളിയാവുന്ന മസ്ജിദുൽ ജാബയിൽ വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിനോട് ഞാൻ ഈ 3 കാര്യം ദുആ ചെയ്തതാണ്. ആ 3 കാര്യവും ഞാൻ ദുആ ചെയ്തപ്പോൾ 2 മാത്രമാണ് എൻ്റെ റബ്ബെനിക്ക് ഉത്തരം ചെയ്തത്. മൂന്നാമത് ഞാൻ പറഞ്ഞു, റബ്ബേ, എൻ്റെ ഉമ്മത്തിനെ ചിന്ന ഭിന്നമാക്കാതെ, എൻ്റെ ഉമ്മത്തിൽ കുത്തും കൊലയും നടക്കാതെ എൻ്റെ ഉമ്മത്തിനെ കാക്കണമെന്ന് ഞാൻ ദുആ ചെയ്തപ്പോൾ അല്ലാഹു അതിന് ഉത്തരം ചെയ്തില്ല. ആ കാര്യമാണ് ഒട്ടകം ദുആ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറയാതിരുന്നത്.